ഹായ്, ഐലൻഡ് ഫാമിലാണുള്ളത്, പുതുപ്പാടി. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മുടെ വർക്കുകളൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ സഹായത്തിന് വൈഫും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളൊന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നിർമ്മിക്കുന്നത് ഒരു ചുരമാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ഏരിയ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഒരു ചുരം റോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വ്യത്യസ്തമായ കുറേ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മറ്റ് വീഡിയോകൾ കാണാം. ഇന്ന് നമുക്ക് ചുരം റോഡിൻ്റെ കാഴ്ചകൾ, അത് നിർമ്മിക്കുന്നതും അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ പാർക്കിലെ ഈ ഏരിയയിലാണ് നമ്മൾ ചുരം റോഡ് നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മണ്ണിൽ ഈ റോഡ് നമുക്ക് വെട്ടി റെഡിയാക്കിയെടുക്കാം. മുമ്പ് നമ്മളൊരു ചുരം റോഡിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അത് വീട്ടിലെ ഗാർഡനിൽ നമ്മൾ ചെയ്തതായിരുന്നു. ഇത് നമ്മൾ പാർക്കിൽ കുറച്ചുകൂടി വലിയ ഒരു ഏരിയയിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ചുരം റോഡ്, അതായത് ഈ പാർക്കിലുള്ള കുറച്ച് വേസ്റ്റ് വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏരിയയിൽ ഏകദേശം നമ്മൾ റോഡ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ മണ്ണ് കുതിർന്നതിന് ശേഷം നമുക്ക് റോഡ് ഒന്നും കൂടി റെഡിയാക്കിയെടുക്കണം. അപ്പോൾ മണ്ണിലെ ചുരം നമ്മൾ റെഡിയാക്കിയെടുത്തു. ഇനി നമുക്ക് സിമെൻറ്റും ചണച്ചാക്കും എംസാൻഡും വേണം. അപ്പോൾ അതാ ചണച്ചാക്കുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തത് സിമെൻ്റാണ്. സിമെൻറ്റ് മാത്രമാണ്. അത് വെള്ളം ചേർത്ത് നല്ല ടൈറ്റ് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് നമ്മൾ. അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത ചണച്ചാക്ക് ആ സിമെൻറ്റിൽ മുക്കിയെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും സിമെൻറ്റ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മുക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ റോഡിലും അതേപോലെ തന്നെ ആ മതിലിലൊക്കെ നമുക്ക് നമ്മുടെ ഈ ഏരിയ മുഴുവനായിട്ട് നമുക്ക് ഇതേപോലെ സിമെൻറ്റ് മുക്കിയ ചണച്ചാക്ക് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഇത് വിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചുരത്തിൻ്റെ ഏരിയ മുഴുവൻ നമ്മൾ ചണച്ചാക്കി വിരിച്ചെടുത്തു. ഇനി നമുക്ക് ചെടികൾ വെക്കാനുള്ള ഭാഗങ്ങൾ, അതായത് ഈ ചെരിവ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചെടികൾ വെക്കാൻ വേണ്ടി ചില ഭാഗങ്ങൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിതാ കുറച്ച് പാറക്കല്ലുകളൊക്കെ അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സിമെൻറ്റും എംസാൻഡും, അതായത് 3:1 എന്ന രീതിയിൽ മിക്സ് ചെയ്ത് അത് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് നമുക്ക് തേച്ചെടുക്കണം. അതായത് റോഡിലും നമ്മുടെ മതിലിലും എല്ലാ ഭാഗത്തും, അതായത് നമ്മുടെ ചണച്ചാക്ക് വിരിച്ച എല്ലാ ഭാഗത്തും നമുക്ക് ഇതേപോലെ തേച്ചെടുക്കണം. അതെല്ലാ ഭാഗത്തും നമ്മൾ സിമെൻറ്റ് തേച്ചെടുത്തു. ഇനി നമ്മളിതിൻ്റെ, അതായത് ഈ റോഡിൻ്റെ ബോർഡർ കൊടുക്കുന്നുണ്ട്. ആ റോഡിൻ്റെ ബോർഡർ കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ കൈവരികളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ PVC പൈപ്പ്, വേസ്റ്റ് PVC പൈപ്പ് കട്ട് ചെയ്ത് അതാണ് കൊടുക്കുന്നത്. നമ്മൾ ഇതേപോലെ കുറച്ച് മുളയുടെ പീസുകൾ എടുക്കുന്നുണ്ട്. അത് നമുക്ക് മരക്കുറ്റികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമെൻറ്റിൽ മുക്കിയ ചണച്ചാക്ക് പൊതിഞ്ഞതിന് ശേഷം നമുക്ക് അത് മരക്കുറ്റികളാക്കി മാറ്റണം. അപ്പോൾ അവിടെ ആയിട്ട് നമ്മൾ ഒരു 3-4 മരക്കുറ്റികൾ നമ്മൾ റെഡിയാക്കി എടുക്കും.
അപ്പോൾ മുളയുടെ പീസ് ചണച്ചാക്കിൽ പൊതിഞ്ഞ് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ എംസാൻഡും സിമെൻറ്റും ചേർത്ത മിക്സ് വെള്ളം ചേർത്ത് കുഴച്ച് നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും സിമെൻറ്റ് കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം അതായത് നന്നായിട്ട് ബ്രഷ് ചെയ്തെടുക്കണം. മരക്കുറ്റികൾ നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന് മുകളിൽ നമ്മൾ സിമെൻറ്റ് മാത്രം കലക്കി ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്, അതായത് മരത്തിൻ്റെ തൊലിയോട് കൂടിയ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. കൈവരികളായിട്ട് വെച്ച പൈപ്പിനുള്ളിലൊക്കെ നമ്മൾ സിമെൻറ്റ് കലക്കി ഒഴിച്ച് നിറച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ സിമെൻറ്റൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് നനച്ച് കൊടുക്കണം. ഒരു 3-4 ദിവസം നമ്മൾ നന്നായിട്ടിത് നനച്ച് കൊടുക്കുന്നു. അഞ്ച് ദിവസം നമ്മൾ നനച്ചു. പിന്നീട് നമ്മൾ 2 ദിവസം വെയിറ്റ് ചെയ്തു, ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചുരത്തിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെടികൾ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞു. നമ്മുടെ പാർക്കിലെ ചുരത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതാ അവിടെ ചെടികൾ വെച്ച് പാറകൾ വെച്ച് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചുരം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചുരത്തിൻ്റെ 2 ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് മറ്റ് വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചുരവും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിച്ച് കൊടുക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. നമ്മുടെ ചുരത്തിൽ വണ്ടികളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ വണ്ടികളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ വണ്ടികൾ വരാനുണ്ട്. അപ്പോൾ വന്നിട്ട് നമുക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് അത് ഉൾപ്പെടുത്താം.